ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനത്തിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള നിയമനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വീഡിയോ എടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് 621/2024. പാർട്ട് 1 നേരിട്ടുള്ള നിയമനമാണ്. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രം ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പ് പറഞ്ഞിട്ടുള്ളത് വിവിധമാണ്. ഉദ്യോഗപ്പേര് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. ശമ്പളം 25,100 മുതൽ 57,900 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലാണ്. അതായത് കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ ജില്ലകൾക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാവണം. അതോടൊപ്പം തന്നെ ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ളതും ചുരുങ്ങിയത് 3 വർഷം വാലിഡിറ്റി ഉള്ള ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവ് ഇത് PSC നടത്തുന്ന പ്രായോഗിക പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് H ടെസ്റ്റ് ഉണ്ടാവും, റോഡ് ടെസ്റ്റ് ഉണ്ടാവും. ഇതിൽ നമ്മൾ പാസ്സാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേൾവി ശക്തിയുടെയും കാഴ്ചശക്തിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചെവിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിഞ്ഞിരിക്കണം. കണ്ണിൻ്റെ കാര്യം പറഞ്ഞിട്ട് ദൂരക്കാഴ്ച വലത് കണ്ണിൻ്റെയും ഇടത് കണ്ണിൻ്റെയും 6/6 സെനലറാണ് പറഞ്ഞിട്ടുള്ളത്. സമീപക്കാഴ്ച പറഞ്ഞിട്ടുള്ളത് 0.5 സെനലറാണ് വലത്. ഇടത് പറഞ്ഞിട്ടുള്ളത് സെയിം തന്നെയാണ്. കളർ വിഷൻ സാധാരണമായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാലക്കണ്ണ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പേശികളും സന്ധികളും കാര്യം പറയുന്നുണ്ട്. തളർവാദം ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നുള്ളത്. എല്ലാ സന്ധികളും ആയാസരഹിതമായിട്ട് നമുക്ക് ചലിപ്പിക്കാൻ കഴിയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഞരമ്പ് ഘടന പൂർണ്ണമായും സാധാരണ രീതിയിലുള്ള ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പകർച്ചവ്യാധികളും മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പോസ്റ്റിൽ അപേക്ഷിക്കുന്നവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാഴ്ചശക്തിയുടെ കാര്യത്തിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കി മനസ്സിലാക്കി ഫില്ല് ചെയ്യിപ്പിക്കണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫൈനലി ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട്. സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫോട്ടോ 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപ്രകാരം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 29/1/2025 അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.